ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നതാണ്. ഉമ്മാൻ്റെ ഹജ്ജിന് പോക്ക് പ്രമാണിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ഒരുപാട് പ്ലാനിങ് ആയിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച പ്ലാനിങ്ങുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ വീട്ടിൻ്റെ കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലങ്ങോട്ട് പെട്ടിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ക്യാൻസലായി. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഇവിടുത്തെ ചെടികളും അത്യാവശ്യം നമ്മൾ നട്ടുപിടിപ്പിച്ച മരങ്ങളും ഒക്കെ ഒന്ന് തലോടലുണ്ടായിരുന്നു. പക്ഷെ പ്രാവശ്യം അതൊന്നും നടന്നിട്ടില്ല. മെയിനായിട്ട് കുറച്ച് മാവിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും ശരിയാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തെങ്ങൊന്നും തുരന്നിട്ടില്ല, തേങ്ങ ഇട്ടിട്ടില്ല, ഒരു പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും കുറച്ച് മാവിൻ്റെ ഒക്കെ പരിപാടി മുകളിലുണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. ഉമ്മ പിന്നെ ഹജ്ജിന് പോയതിന് ശേഷം തുടങ്ങിയ മഴയാണ്, നിൽക്കാതെ പെയ്ത മഴ. എന്താടാ, പിന്നെ കോഴികളെ നമ്മൾ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ അവറ്റകൾ നന്നായി വരുന്നുണ്ട്. അതാണ് പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഉമ്മാൻ്റെ ആടും ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നമ്മൾ യാത്രയാവുകയാണ്. വീട്ടിൽ ചെടികളൊക്കെ അതേപോലെ കിടക്കുകയാണ്. ഒന്നും ശരിയാക്കിയിട്ടില്ല, ഒന്നും നന്നാക്കിയിട്ടില്ല. നമുക്കൊന്നും കൈവെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ നമ്മളെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ആ ഗ്രാസ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്മേലാണ് നമ്മളെ ഫുള്ള് ഉണ്ടല്ല കൊയ്യേ, ഇതിന്മേലാണ് നമ്മളെ ഫുള്ള് പണി സമയം പോയത്. ഇത് തുടങ്ങി വെക്കുകയും ചെയ്ത് അപ്പോഴേക്കിനും മഴ വന്നു. പിന്നെ വേറെ ഒന്നും നമുക്ക് തിരിയാൻ തോന്നിയില്ല. 10 ദിവസം നല്ല മഴ ഇട്ടല്ലോ. അതുകൊണ്ട് തന്നെ വേറെ ഒരു പരിപാടി നമുക്ക് തിരിച്ചിട്ടില്ല. പിന്നെ ഇതിന് ഫ്രെയിം ഉണ്ടാക്കൽ, ഇതിൻ്റെ കണക്ക് നോക്കൽ, ഇത് വിരിക്കൽ, ഇതിൻ്റെ അളവ് നോക്കൽ ഒക്കെ കൂടി ആയിട്ട് ഇതാണെങ്കിൽ മുഴുവനായതുമില്ല. വേറെയുള്ള പണികളൊന്നും നടന്നുമില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ വരവ് വളരെ മോശം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇതൊരു ഐഡിയ മക്കൾക്കും ഇവൽക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ കുറേ ആൾക്കാർ ഉമ്മാൻ്റെ വിശേഷങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹജ്ജിൻ്റെ കർമ്മത്തിന് വേണ്ടി മിനയിലേക്ക് പോയതിനു ശേഷം ഇന്നലെയാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളോട് പറയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഉംറ ചെയ്യാനുണ്ട്. ഇതിൻ്റെ തവാഫ് ചെയ്തിട്ട് ഹജ്ജിന് ഇവിടെ വാങ്ങിയിട്ട് ഉംറയും കൂടി ചെയ്തിട്ടാണ് ഉമ്മ മദീനത്തേക്ക് പോവുള്ളൂ. കുറച്ച് ദിവസം ഇനി മദീനത്താണ് ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ഒക്കെ കൂടിയുള്ള പരിപാടികളാണ്. ഇതിമേലൊന്നും തൊടാൻ നമുക്ക് സമയം കിട്ടില്ല. കൂടെ ഒന്ന് നന്നാക്കി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. കുളം നന്നാക്കാനുള്ള കുളം നന്നാക്കിയിട്ടില്ല. മീൻ അടിയിൽ കാണാതെ കിടക്കുന്നുണ്ട്. ആകെ ചളിയായാണ്. പിന്നെ ഇതാണ് നമ്മൾ മാവിൻ്റെ തൈ പടച്ചത്. ഇതെന്തോ ഒരു ഉണക്കണ്ടല്ലടി, ഇതെന്ത് പറ്റിപ്പത്? ഇത് മൊത്തം ഉണക്കണ്ടേ. ഈ കൊമ്പിലൊക്കെ ഉണക്കണ്ട്. ഈ കൊമ്പും പോയിക്കണം, ഈ കൊമ്പും പോയിക്കണം. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു മല്ലിക. നന്നായി കിട്ടിയ ഭാഗ്യം. ശരിക്കും തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഒരു തൈയുണ്ട്, ഇവിടെ വന്ന ഇതൊരു തൈയാണ്, മല്ലികേറ്റുള്ള തന്നെയാണ്. ഇത് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ അടിയൊന്ന് നന്നാക്കി കൊടുത്തു. ഇതിന് നമ്മൾ വളം കൊടുത്തിരുന്നു കേട്ടോ. അതാണ് മാഷാ അല്ലാഹ് ഒന്ന് നന്നായത്. നമ്മൾ അതിൻ്റെ ആ വളം ഉണ്ടല്ലോ, ഇതുണ്ടായിരുന്നു, ഞാൻ കുറച്ചിട്ട് കൊടുത്തി. അപ്പോൾ അതൊന്നും നന്നായി. പിന്നെ അതൊക്കെ പുല്ലൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യേണ്ട. തെങ്ങിൻ്റെ ചൂട് നന്നാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ കുഞ്ഞാവുണ്ട്, കുട്ടുണ്ട്, മിന്നുമോളുണ്ട്, മുഴുവൻ ആളുകളുണ്ട്. ഒരു പരിപാടി ഇല്ലാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് കിടക്കുന്ന കുഞ്ഞാവും മിന്നുമോളും. കോഴിക്കോട് ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കിയിരുന്നു. കാരണം അമ്മ വരുമ്പോഴത്തേന് അത് നന്നാക്കിയിടണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു, ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ നമ്മൾ 2 ആൾ പൊരുന്നിന് വെച്ചിട്ടുണ്ട്, ഒരാൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്, 3-4 കുട്ടികളുണ്ട് മാഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരാൾ മുടട്ടിട്ടുണ്ട്, ഒരു മുടട്ട്. ഇന്നൊരു മുടട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ആളിപ്പോൾ പൊരുന്നിന് കിടക്കുന്നുണ്ട്.
രണ്ടാളും കൂടി ഇപ്പോൾ കാര്യമായിട്ട് ഇതാ കുറച്ച് ഇഞ്ചിയും മഞ്ഞളൊക്കെ നട്ടിരുന്നു. അതിവിടെ ഉണ്ട്, അതൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാഹ്. പക്ഷെ ഇത് ഞങ്ങൾ നട്ടെന്നല്ല മഴ, അതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല. മുളക്കൂലെന്നൊക്കെ പേടിച്ചിരുന്നു. എന്തായാലും ഇടയിൽ 1-2 മഴ കിട്ടിയതുകൊണ്ട് നന്നായി മുളച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അമീൻ 2 കരിമ്പ് വെച്ചിട്ടിരുന്നു. കരിമ്പ് നന്നായിട്ട് മുളച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളിലൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമ്മൾ എടുത്ത് കാണിച്ചു തരും. ഇതൊക്കെ നല്ല ചെതലൊക്കെ തിന്ന് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് അമീൻ്റെ നടൽ. നമ്മളങ്ങനെ കൃഷിയിൽ ഭയങ്കര അഗ്രഗണ്യനൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ നല്ല സന്തോഷത്തോടെ എന്തുണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി, അത് നല്ല പോലെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നമ്മൾ കൈവെക്കണതനുസരിച്ചാണ്. നമ്മൾ കൈവച്ച് തുടങ്ങിയ മണ്ണ് നമ്മളെ സ്നേഹിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കണതനുസരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് ചിലപ്പോൾ തിരിച്ചു വരും, അതിൻ്റെ മുരട്ടിയായിട്ട് ചിലപ്പോൾ തിരിച്ചു വരും. അതൊക്കെ മണ്ണിൻ്റെ നമ്മളെ മനസ്സ് പോലെ ഇരിക്കും. മണ്ണിനോട് നമ്മൾ ഇടപഴകണമെന്ന് കർഷകർക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇതിൽ കാര്യമായിട്ട് ഇപ്പോൾ ഒരു 3 തെങ്ങാണ് ഉണ്ടായിരുന്നത്. 4 തെങ്ങ്. ഒരു തെങ്ങ് നമ്മളവിടെ ആവശ്യത്തിന് വേണ്ടി മുറിച്ച് ബാക്കിയത് 2-3 തെങ്ങ് ഇപ്പോഴും ഉണ്ട്. അന്നന്ന് വാങ്ങി അന്നുള്ളതിനേക്കാളും കായ ഉണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം 2-3 പ്രാവശ്യം നമ്മൾ നന്നാക്കിയില്ലേ. പിന്നെ കുറേ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മരങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങി കവുങ്ങ് വെച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ മാവിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. ഇതെന്താടി? ഇത് മുള്ളൻ ചക്ക എന്ന് പറയും. നല്ല പ്രോട്ടീനുള്ള സാധനമാണ്. അതന്നെ മുള്ളൻ ചക്ക. പിന്നെ അതുപോലെ പിന്നെ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഈ തൊടിയിലാണ് ഉണ്ടാക്കൽ. പിന്നെ അതുപോലെ റംബുട്ടാനുണ്ട്, ബട്ടറിൻ്റെ മരമുണ്ട്, മുരിങ്ങുണ്ട്, പ്ലാവുണ്ട്. എല്ലാ കുന്തും ഈ തൊടുവിലുണ്ട്. അതൊക്കെ വന്നിട്ട് പൊന്നി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അതിൽ തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമല്ല, അതൊന്നും ഇപ്പോൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വെക്കണമല്ല, നമ്മളെ മക്കളെങ്കിലും അനുഭവിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഇതൊക്കെ വെക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ഇത് നല്ലപോലെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതാണ് പിന്നെ ഒരു സമാധാനം സന്തോഷം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നുമേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ലീവിൻ്റെ വിശേഷങ്ങൾ. മെയിനായിട്ട് വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷെ എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ട്. പുതിയൊരു സംഭവം തുടങ്ങാൻ പറ്റിയോണ്ട്. പക്ഷെ അത് നമുക്ക് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. കുറേ ചെയ്യാനുണ്ട്. പിന്നെ വീടും ഒന്നും തൊട്ടിട്ടില്ല. വീടിൻ്റെ ചുറ്റുള്ള മരങ്ങളൊക്കെ കുറച്ച് വെട്ടി ഒഴിവാക്കി എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും പിന്നെ സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് അതിൻ്റെ അടിയിൽ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയുക, കമൻറ്റ് പറയുക. പിന്നെ അതുപോലെ നമ്മളെ മീൻ കുളം നന്നാക്കുന്നതും കോഴിക്കോടിൻ്റെ വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ നമ്മൾ ഇടും. താമസിയാതെ ചിലപ്പം തിരിച്ച് നാട്ടിലേക്ക് 2 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഒന്ന് വരേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ പരിപാടിക്കൊന്നും തിരിയാതെ നമ്മളെ കൂടിൻ്റെയും ഇതിൻ്റെയൊക്കെ വീഡിയോ മാത്രം എടുത്തിട്ട് നമുക്കിടാം. ഓക്കെ, അപ്പോൾ ബൈ.